കാസർഗോഡ് മഞ്ഞിപ്പാടിയിലെ സന്ദേശിൻ്റെ തൂങ്ങിമരണം ഇപ്പോൾ എല്ലാവരെയും ചിന്താകുലരാക്കുകയും എല്ലാവരും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൂങ്ങിമരണമെന്നുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത വ്ളോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ സുഹൃത്തായിരുന്നു സന്ദേശ് എന്ന ഒരു വാർത്തയിലേക്കാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചിന്നു പാപ്പു എന്ന അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന നല്ല രീതിയിൽ തന്നെ വളരെയധികം എല്ലാവരോടും സംസാരിച്ചിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ആത്മഹത്യയ്ക്ക് മുതിർന്നപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. എന്താണ് കാരണം അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നതായിരുന്നു അവരെല്ലാവരും ചോദിച്ചിരുന്ന ഒരു വിഷയവും. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് യുവാവിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് കുട്ലു മഞ്ഞിപ്പാടിയിലെ നാരായണ നായർക്കും അതുപോലെ സരോജ ദമ്പതികൾക്കും ജനിച്ച മകനാണ് സന്ദേശ്. 29 വയസ്സുകാരനായ സന്ദേശിന് വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. എന്താണ് സംഭവം എന്ന് അറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. കാസർഗോട്ടെ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ കൃത്യം ഒരാഴ്ച മുൻപായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ദീർഘകാല സുഹൃത്തും വ്ളോഗറുമായിരുന്ന ചിന്നു പാപ്പു എന്ന രേഷ്മ മരിച്ചത്. ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടായിരുന്നു ചിന്നു പാപ്പുവിൻ്റെ മരണവും സംഭവിച്ചത്. വ്ളോഗർ ചിന്നു പാപ്പുവും സന്ദേശും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാടക ക്വാർട്ടേഴ്സിൽ രേഷ്മ തൂങ്ങി മരിച്ചത്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സന്ദേശിനെ ചോദ്യം ചെയ്തിരുന്നു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് വിട്ടയച്ചു. രേഷ്മയുടെ മരണശേഷം സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നുണ്ട്. യുവതിയുടെ മരണത്തിന് കാരണം സന്ദേശ് ആണെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടന്നെന്നും ഇതിൻ്റെ മനോവിഷമമുണ്ടായിരുന്നുവെന്നും സന്ദേശിൻ്റെ സുഹൃത്തുക്കളും അടുത്ത വൃത്തങ്ങളും പറയുന്നു. ഇയാളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. തൻ്റെ ഇഷ്ടപ്പെട്ടവൾ മരിക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടാകുമല്ലോ. അതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ ആളുകളെല്ലാം സന്ദേശിനെ കുറ്റപ്പെടുത്തുന്നത് സന്ദേശിന് തന്നെ ഒരു മോശം പ്രവണതയായി തോന്നി. എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം. സന്ദേശിൻ്റെ താമസ സ്ഥലത്ത് എത്തിയപ്പോൾ ചിന്നു പാപ്പു ജീവനൊടുക്കിയ സംഭവം എല്ലാവരും കാണുകയായിരുന്നു. ഏറെ നേരം ചിന്നുവിനെ വിളിച്ച് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് എല്ലാവരും അന്വേഷിച്ച് എത്തിയത്. അങ്ങനെ എവിടെ പോയാലും ഫോൺ എടുക്കാത്തൊരു പതിവില്ലാത്ത വ്യക്തിയാണ് ചിന്നു. ആര് വിളിച്ചാലും ഫോൺ എടുക്കും. ആ പതിവ് തെറ്റാതെയാണ് ചിന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ 200Kയിലധികം ഫോളോവേഴ്സുള്ള ചിന്നുവിൻ്റെ മരണത്തിന് പിന്നാലെ ദീർഘനാളായുള്ള സൗഹൃദത്തിനൊടുവിൽ സന്ദേശും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവൾ പോയ വിഷമം താങ്ങാനായിരുന്നില്ല. അവൾ പോയ വിഷമത്തിൽ തന്നെ ആയിരുന്നു സന്ദേശ് ഇത്രയും നാളും. അത് കടന്നു വരുമെന്നാണ് എല്ലാവരും ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അധികം നാൾ അത് കടന്നു മുന്നോട്ട് പോകാൻ സന്ദേശിന് ആയില്ല. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയും താനൊന്നും ചെയ്യാത്തിടത്തോളം കാലം തന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുള്ള ചിന്തയും സന്ദേശിനെ ഇതിലേക്ക് എത്തിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.